നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഇപ്പൊ ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ഒരു യാത്രാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നല്ലൊരു കാഴ്ചയിലേക്കാണ്. തിരുവനന്തപുരം ജില്ലയിലാണ്, കാട്ടാക്കടയിലാണ്, കുറ്റിച്ചിറ വാർഡിലാണ്. നമ്മളിന്ന് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നും ആനക്കാഴ്ചകളൊക്കെയാണ്, പക്ഷെ ഇന്ന് ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ്. വനത്തിൽ നിന്നുള്ള ആനക്കാഴ്ചയല്ല, ആനകളെ പുനരധിവാസം നടത്തിയിരിക്കുന്ന കോട്ടൂരിലെ ആനക്കുട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. 15 ആനകളുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഗ്രീൻ ഡിവിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് കാണണം, കുട്ടികളെ കൊണ്ട് കാണിക്കണം. നല്ലൊരു ആനസങ്കേതമാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ കോട്ടൂരിലെ മെയിൻ എൻട്രൻസ് ആണ് നിൽക്കുന്നത്. ഇവിടുന്ന് പാസ് എടുത്ത് വേണം അകത്തോട്ട് കയറാൻ. ഒരാൾക്ക് 50 രൂപയാണ്. അപ്പോൾ നല്ല വിശാലമായൊരു പ്രദേശത്താണ്. നല്ല മനോഹരമായ കാഴ്ചകളും അതുപോലെ തന്നെ ശാന്ത സുന്ദരമായ അന്തരീക്ഷവും ഒക്കെയുള്ള കോട്ടൂർ ആനകേന്ദ്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, വാച്ച് ഇറ്റ് ഗ്രീൻ ഡിവിഷൻ ചാനൽ. നമ്മുടെ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിന്റെ എൻട്രൻസിൽ നിന്ന് അകത്തേക്ക് പോവുകയാണ്. ആനക്കാഴ്ചകളാണ്. ഇവിടുത്തെ അനീഷ് സാറാണ് ഇവിടുത്തെ റേഞ്ച് ഓഫീസർ. അപ്പോൾ നമ്മുടെ പെർമിഷനൊക്കെ മേടിച്ച് അകത്തേക്ക് ഷൂട്ടിനായി പോവുകയാണ്. അപ്പോൾ നല്ലൊരു കാഴ്ചയായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വരാൻ പറ്റുന്നത് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വാനരന്മാരുടെ ഒരു കൂട്ടമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. സൈലന്റ് ഏരിയ ആണ്. അപ്പോൾ കൊച്ചു കുട്ടിക്കുരങ്ങന്മാരൊക്കെ നമ്മളിങ്ങനെ മരം കയറി പോവാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. ഒത്തിരി കാഴ്ചകളൊക്കെ നമുക്ക് കാണിക്കാനായിട്ടാണ്. എല്ലാ സംവിധാനം ഉള്ളൊരു സ്ഥലമാണ്. അപ്പൊ നമുക്ക് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് പോകാം. ഇവിടെ കുറെ ചേട്ടന്മാരൊക്കെ പണിയുന്നുണ്ട്. എന്ത് ചേട്ടാ പണിയുന്നേ? ഓ, ഇരിപ്പിടങ്ങള്. എവിടെയാണ് സ്ഥലം? ബാലരാമപുരത്തേരാണോ? അപ്പൊ നമ്മൾ കോട്ടൂർ ആനപരിപാലന കേന്ദ്രത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോഴാണ് ആ കേരള വനം വന്യജീവി അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിന്റെ സ്ഥലമാണ്. ഇപ്പോൾ ഡെപ്യൂട്ടി വാർഡന്റെ കാര്യാലയമാണ്. അപ്പൊ നമുക്ക് ആനയെ കുളിപ്പിക്കുന്നതൊക്കെ ഒന്ന് കണ്ടുപോകാം. അപ്പോൾ ഒത്തിരി കാഴ്ചകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുട്ടികളുടെ കളിസ്ഥലമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 12 വയസ്സിന് താഴെ മാത്രം ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ ചിൽഡ്രൻസ് പാർക്ക്. ചേട്ടാ, ആനയെ കുളിപ്പിക്കുന്ന സ്ഥലം എവിടാ? താഴെ അല്ലേ? അപ്പൊ നമ്മൾ ആനയെ കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മളെ കുട്ടികളുമായിട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് ഇന്ന് കാണണം കേട്ടോ. കാട്ടാക്കടയിലെ കോട്ടൂരിലെ ആന പുനരധിവാസ കേന്ദ്രം. ഒരുപാട് കെട്ടിടങ്ങളും അതുപോലെ തന്നെ ആനകളെ കൊണ്ടുപോകാനുള്ള വണ്ടികളൊക്കെ കിടക്കാൻ നമുക്ക് കാണാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആനയെ കുളിപ്പിക്കുന്ന കാണാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഇതിനകത്ത് കയറുമ്പോൾ വളരെ സൈലന്റ് ആണ് കേട്ടോ. വനത്തിൽ നിൽക്കുന്ന അതേ പ്രതീതിയിലാണ് യാത്ര. നമ്മുടെ കോട്ടൂര് ആനപരിപാലന കേന്ദ്രത്തിന് സമീപത്ത് തന്നെ നെയ്യാർ ഡാമിന്റെ കാഴ്ചകളൊക്കെ കാണാം. നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ചീങ്കണ്ണികളുടെ പ്രജനനകാലമാണ്. അതുകൊണ്ട് ജലസംഭരണിയിൽ ആരും ഇറങ്ങല്ലെന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ നെയ്യാർ ഡാമിന്റെ കാഴ്ചകളും അതുപോലെ തന്നെ ഒത്തിരി കാഴ്ചകളുണ്ട്. കഫ്തേരിയൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേതാണ് ആന? പൊടിച്ചി. എത്ര വയസ്സുണ്ട്? ആനപരിപാലന കേന്ദ്രത്തിലെ പൊടിച്ചി എന്ന ആനയാണ്. ചേട്ടാ, പേരെന്ത് വരുന്നു? എന്റെ പേര് രാജേഷ്. വിശേഷങ്ങള് ഞാനിപ്പോ 3 മാസം പൊടിച്ചേ നോക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്ര കുസൃതി കളിയൊക്കെ ഉണ്ട്. അതിന്റെ ഒരു പ്രശ്നങ്ങളുള്ളു. ഇത് പൊടിയക്കാല ഇവിടെ അടുത്ത് തന്നെയാണ്. ഈ കാട്ടിൽ തന്നെയാണ് കിട്ടിയ ആനയാണ്. കോട്ടൂർ പേപ്പാറ പൊടിയക്കാലെന്ന് അമ്മ തള്ളയാന ചത്തുപോയിട്ട് അങ്ങനെ കിട്ടിയതാണ് കുട്ടിയാനെ. കുരുത്തക്കേട് കുട്ടിയുടെ ആയിട്ടുള്ള കളി കുസൃതികളൊക്കെ ഉണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശല്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. ആരോഗ്യം കുഴപ്പമില്ല, തൃപ്തിയാണ്. പ്രശ്നമൊന്നുമില്ല. പിന്നെ കളി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആനേ എത്തിയോട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ വരുമ്പോ ഇതാണ് കുട്ടിയാന ഇവിടുത്തെ. ഞാൻ ഇവിടെ വന്നിട്ട് 10 വർഷത്തോളമായി. അപ്പൊ ഞാൻ വരുന്ന സമയത്ത് ഇതാണ് ഇവിടുത്തെ കുട്ടിയാണ്. പുള്ളി രാധാകൃഷ്ണൻ. മലയിലാണ് താമസം. എല്ലാ ദിവസവും കുളിപ്പിക്കും. 2 നേരം കുളിപ്പിക്കും. രാവിലെയും വൈകുന്നേരം. ആറ്റാണ് കുളിപ്പിക്കാൻ കൊണ്ട് സാധാരണ പോകാറുള്ളത്. പിന്നെ തിങ്കളാഴ്ച അവധി ദിവസം ആയതുകൊണ്ട് ആറ്റിക്കൊണ്ട് പോകൂല. അപ്പൊ തിങ്കളാഴ്ച ദിവസം എല്ലാ കാര്യം കൊണ്ട് കുളിപ്പിക്കും. ഇവിടെ ഡാമി ഇറക്കും. എല്ലാ ആളും ഇറക്കും. ഇവിടെ അത്യാവശ്യമുള്ള എല്ലാ ആളും ഇറക്കും. വലിയ ആളെല്ലാം ഇവിടെ ഇറക്കും. കുട്ടിയാളൊക്കെ മേളിൽ തന്നെ കുളിപ്പിക്കും. മെനു രാവിലെ ചോറാണ്. ചോറ്, ഗോതമ്പ്, മുതിര, ചെറുപയറ് എല്ലാം കൂടെ മിശ്രമായിട്ടുള്ള ശർക്കര എല്ലാം കൂടെ ചോറാണ്. ചോറ് തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. രാവിലത്തെ ബാക്കിയുള്ള ദിവസങ്ങളാണെങ്കിൽ രാവിലെ കുളിപ്പിൽ കഴിഞ്ഞിട്ട് 10-10:30 മണിയാകുമ്പോഴത്തേക്കും ചോറ് കൊടുക്കാൻ അടുക്കള അവിടെ ഉണ്ട്. അടുക്കള അവിടെ കൊണ്ടുപോകും. അവിടെയാണ് ഫുഡ് റെഡിയാക്കുന്നത്. മെസ്സുണ്ട്. അടുക്കള അവിടെയാണ്. അപ്പൊ അവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കുളിപ്പിച്ച് രാവിലെ അവിടെ ഗ്രൗണ്ട് ഉണ്ട് പുറത്തതിന്റെ. അവിടെ കൊണ്ട് നിർത്തും. അവിടെ കൊണ്ട് നിർത്തി ഫുഡൊക്കെ കൊടുക്കും. ഫുഡ് കൊടുത്തിട്ട് ഇവിടെ ഇപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ അവിടെ കൊണ്ടുവന്ന് അവിടെ നിർത്തും. കെട്ടി നിർത്തും അവിടെ ഒരു മരത്തില്. രാവിലെ ഫുള്ള് അവിടെ തന്നെ. പിന്നെ ഒരു 4-4:30 മണിയാകുമ്പോഴത്തേക്ക് കിടന്നേ അവിടെ നിന്ന് കൊണ്ടുവരത്തുള്ളൂ. അതുപോലെ അവിടെ നിർത്തിയേക്കും. നമ്മളവിടെ അടുത്ത് ഫുഡൊക്കെ
പുല്ലൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുത്ത് അവിടെ നിർത്തും. പിന്നെ വൈകുന്നേരം ആരെ കൊണ്ട് കുളിപ്പിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ചോറ് ബാക്കി കാണും. ചോറ് രാവിലത്തെ ബാക്കി ചോറ് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കും. കേടാവാത്ത രീതിയിൽ വെച്ചിട്ട് വൈകുന്നേരം അത് കൊടുത്തിട്ട് വെള്ളമൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് നേരെ കൂട്ടി കൊണ്ടുവന്ന് കെട്ടും. എന്നും കുളിപ്പിക്കും, എന്ന് രണ്ടുപേരെ കുളിപ്പിക്കും, രാവിലെ വൈകുന്നേരം. പിന്നെ ഞങ്ങൾക്ക് അമ്മുവാണ്. അമ്മുവിന് 22 വയസ്സുണ്ട്. പിന്നെ നമ്മളിവിടെ പറയാൻ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരെ കൊണ്ട് ആഹാരം കുടിപ്പിക്കാനോ തൊടിയിക്കാനോ ഉള്ള സെറ്റപ്പ് ഒന്നും ചെയ്യത്തില്ല. നമ്മൾ തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്ന ആഹാരം തന്നെയാണ് എനിക്ക് കൊടുക്കുന്നത്. പുറത്തുനിന്നുള്ള ആഹാരം ഒന്നും കൊടുക്കാറില്ല, പുറത്തുള്ള ആൾക്കാർ തൊടിയിക്കാറൊന്നുമില്ല. നമ്മൾ തന്നെയാണ് കൊടുപ്പും കാര്യങ്ങളെല്ലാം. അമ്മ മുത്തങ്ങയെന്ന് തോന്നുന്നതാണ്. മുത്തങ്ങ മനസ്സിൽ കിട്ടിയ ആനയാണ്. കുഴിയിലെ കണ്ട വീണ് പോയതാണ്. വെള്ള കുടിക്കാതെ വലിയ കുടിക്കകത്ത് തല കഴുകാൻ പാടെ വീണ് പോയാണ്. അങ്ങനെ അത് പിന്നെ കയറിക്കൊണ്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ വാലിന്റെ തുമ്പൊന്നുമില്ല. തുമ്പൊക്കെ അന്ന് ആനകളെ കുഴിയെന്ന് കടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ശ്രമത്തിനാണ് പോയതാണ്. പിന്നെ ആനയ്ക്ക് കയറി പോകാൻ പറ്റിയില്ല, കൂട്ടമൊക്കെ പോയി. അങ്ങനെ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കണ്ട് അങ്ങനെ കിട്ടി കൊണ്ടുവന്നാണ് അമ്മൂനെ. അപ്പൊ നമ്മുടെ ആനക്കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നും നമ്മുടെ വനത്തിൽ ആനകളെ കാണിക്കുന്ന ഒരു ചാനലാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പൊടിച്ചി, അതായത് നമ്മുടെ ആന പുനരധിവാസ കേന്ദ്രം, കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലേക്കാണ്. കുരുത്തക്കാരാണ്, 10 വയസ്സുള്ള കേട്ടോ. രാജേഷ് ചേട്ടനാണ് അതിന്റെ പാപ്പാന്. അപ്പൊ നമ്മളെ കണ്ട് ഇങ്ങനെ തലയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഈ കുട്ടികളുടെ ഒരു കുരുത്തക്കേട്, നമ്മുടെ ബാല്യത്തില് ഈ കുട്ടികൾക്കെല്ലാം കുരുത്തക്കേടുണ്ട്. അതുപോലെ തന്നെ 10 വയസ്സൊക്കെ ഉള്ളൂ. അപ്പൊ ആണ് കൊച്ചു കൊമ്പൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. അപ്പൊ പൊടിച്ച് കുളിച്ച് അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. നമ്മൾ അടുത്ത ആൾക്കാരൊക്കെ വേറെ സ്ഥലത്തുണ്ട്, നമുക്കിന്ന് കാണാൻ പോവാം. ഏതായാലും നമ്മുടെ ആനക്കാഴ്ചകൾ അവസാനിക്കുന്നില്ല. കാട്ടിലെ ആനകൾ കൂടാതെ നമ്മുടെ നാട്ടിലെ ആനകളുടെ കാഴ്ചയും ആന പുനരധിവാസ കേന്ദ്രത്തിലെ കാഴ്ചകൾ നമുക്ക് നിങ്ങളെ കാണിക്കാണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കണ്ടു പോകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ പൊടിച്ചി ഓക്കെ, കാണാൻ പോയോ? ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ആനക്കാഴ്ചകൾ കണ്ട് ഇങ്ങനെ കോട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിൽ കൂടി നടക്കുകയാണ്. അപ്പോൾ സന്തോഷകരമായ കാഴ്ചയാണ്. ഞങ്ങളിപ്പോ നിൽക്കുന്നതിന് പിന്നെ നിൽക്കുന്ന അമ്മു എന്ന് പറയുന്ന ആനയാണ്. വളരെ ശാന്തയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല സൈസുള്ള ആനയാണ്. മുത്തങ്ങ വനത്തിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന ആനയാണ്. 22 വയസ്സുണ്ട്. അങ്ങനെ അമ്മുവിന്റെ കാഴ്ചകൾ കൂടി കണ്ട് നമ്മളിവിടെ പൊടിച്ചിയെ കണ്ട് ഇങ്ങനെ ഒരുപാട് നടക്കാറുണ്ട് കോട്ടൂർ ആന കേന്ദ്രത്തിൽ കൂടി. കുട്ടികളെ കൊണ്ടുവന്ന് നടന്നാൽ ഇങ്ങനെ നടന്ന് കാഴ്ചകൾ കാണാം. കുറച്ച് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് കഫ്തേരിയൊക്കെ ഉണ്ട്, ഇവിടെ എല്ലാം കഴിച്ചിട്ടൊക്കെ പോകാൻ പറ്റുന്ന സംവിധാനമുണ്ട്. അപ്പോൾ നല്ല വിശാലമായ സൗകര്യം ഒരുക്കിക്കൊണ്ട് നല്ല കാഴ്ചകൾ ഒരുക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ കോട്ടൂർ ആന കേന്ദ്രത്തിന്റെ ചുറ്റും നെയ്യാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശം കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും കുറച്ച് കാഴ്ചകളുണ്ട്. പക്ഷേ വെള്ളത്തിലൊന്നും ഇറങ്ങരുത് ബോർഡ് വെച്ചിട്ടുണ്ട്. മുതലകളുടെ പ്രജനനകാല സമയമാണ്. ബാംബു റാഫ്റ്റും ബോൾ ബോട്ടും അതുപോലെ റോബോട്ടും പെഡൽ ബോട്ടും എല്ലാം ഉണ്ട്. അതിനുള്ള റേറ്റിംഗ് ഒക്കെയാണ് കാണുന്നത്. വരുന്നവർക്ക് ഞങ്ങൾ പ്രത്യേകം തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ കണ്ടിട്ട് വേണം അവധി ദിവസങ്ങൾ നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരാം. ഡാം റിസർവറിന്റെ ഭാഗത്തുകൂടിയുള്ള കുട്ടവഞ്ചി യാത്രയുടെ മനോഹരമായ യാത്രാ അനുഭവങ്ങളൊക്കെ തരുന്ന ഒരു സ്ഥലമാണ്. കുട്ടവഞ്ചിയൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ സൈലന്റ് ആയിട്ട് വന്ന് ഒരു യാത്രയും അതുപോലെ ആനക്കാഴ്ചകളും ഒക്കെ കണ്ടുപോകാൻ പറ്റുന്ന കോട്ടൂർ ആനപരിപാലന കേന്ദ്രത്തിന്റെ ബോട്ട് സവാരി ഭാഗമാണ് നമ്മൾ കാണിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. നെയ്യാർ ഡാമിന്റെ വനവന്യതയുടെ കാഴ്ചകളും അതിനുപ്പുറം കോട്ടൂർ ആനകേന്ദ്രത്തിന്റെ കാഴ്ചകളും കുട്ടവഞ്ചികളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടവഞ്ചിയിലൊക്കെ കയറി ഒന്ന് കറങ്ങുമെന്ന് വെച്ചാൽ വളരെ സുഖമുള്ള കാഴ്ചയാണ്. ചില പ്രദേശങ്ങൾ പ്രത്യേകമായ ഒരു കാഴ്ചയായിരിക്കും. കാരണം നമ്മൾ ഓരോ വനങ്ങളിലും ഓരോ ഡാം പ്രദേശങ്ങളും ഓരോ വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. പെഡൽ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നെയ്യാർ ഡാമിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ആനപരിപാലന കേന്ദ്രത്തിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം നെയ്യാറിന്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. വലിയ വന്യജീവികളുള്ള വനപ്രദേശമാണ് തൊട്ടപ്പുറത്ത് കാണുന്നത്. എൻ്റെ പേര് വിശാഖ് വി എ. ഞാൻ ERC പ്രോജക്റ്റിന്റെ പ്രോജക്ട് എഞ്ചിനീയർ ആണ്. നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് 2020 മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. കിഫ്ബി ഫണ്ടിങ്ങിന് 105 കോടി രൂപ പാസ്സായി. അതിന്റെ വർക്കാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇപ്പൊ ഏകദേശം ഫേസ് 1 എന്ന രീതിയിൽ 84 കോടി രൂപയുടെ വർക്ക് നടക്കുന്നുണ്ട്. നമ്മളുടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആനയെ അതിന്റെ തനത് ആവാസ വ്യവസ്ഥയിൽ വളർത്തുക എന്നുള്ള നമ്മുടെ ഒരു കൺസെപ്റ്റാണ്. അതായത് ആനയെ ചെയിൻ ഫ്രീ ആയിട്ട് നമ്മൾ കാട്ടിൽ വിടുന്നു. ഒരാനയ്ക്ക് മിനിമം 1 ഏക്കർ, അതായത് ഏറ്റവും കുറേ മിനിമം 1 ഏക്കർ നമ്മൾ ലാൻഡ് എടുത്ത് ഫെൻസ് ചെയ്ത് ആനയെ നമ്മൾ ഫ്രീ ആയിട്ട് വിടുവാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ആനയ്ക്കുള്ള എല്ലാ ഫെസിലിറ്റിയും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. കാരണം ആനയ്ക്കുള്ള ഈ കൂടിന് നമ്മൾ എൻക്ലോഷേഴ്സ് എന്നാണ് പറയുന്നത്. എൻക്ലോഷറിൽ നമ്മൾ പോണ്ട് ചെയ്യുന്നുണ്ട്. വെള്ളത്തിനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതായത് റോ വാട്ടറിന് ഡ്രിങ്കിങ് വാട്ടറിന് സെപ്പറേറ്റ് ഉണ്ട്. അങ്ങനെ ആനയ്ക്കുള്ള എല്ലാ ഫെസിലിറ്റിയും നമ്മൾ ചെയ്യുന്നുണ്ട്.
പിന്നെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ആനയ്ക്കുള്ള ECG, എക്സ്റേ, അതിന് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഗണ്ണതകൾ ഡോക്ടർ, അതിന്റെ ആ ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ സീറോ വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ആനയുടെ ഡങ്ക് ആയാൽ പോലും അത് നമ്മൾ പ്രോസസ് ചെയ്ത് നമ്മൾ കാർബോർഡായി മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വിശാലമായ ഒരു STP, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ ക്വാർട്ടേഴ്സിൽ നിന്നും വരുന്ന സീവേജ് വേസ്റ്റ് നമ്മൾ അവിടെ കൊണ്ടുപോയി അതിനെ പ്രോസസ് ചെയ്ത് വരുന്ന ബാക്കി വെള്ളം എന്ന് പറയുന്നത് നമ്മൾ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് മെയിൻ സ്ട്രക്ചർ ആയിട്ടുള്ള കാര്യം. നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന ആനയ്ക്ക് വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റീസ് നമ്മൾ ഫോറസ്റ്റിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് മാൻ ഏരിയയിൽ ഒരു ഡെവലപ്മെന്റ്, അതായത് അവർക്ക് വേണ്ടിയുള്ള നമ്മുടെ സ്റ്റേ, അക്കോമഡേഷൻ, ഫുഡ്, കഫറ്റേരിയ, അങ്ങനെ വിപുലമായ ഒരു രീതിയിലുള്ള ഫെസിലിറ്റിയാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത്. പ്രോജക്റ്റ് നമ്മൾ ഈ നവംബർ 11-ാം തീയതി നമ്മൾ കംപ്ലീഷൻ ചെയ്താണ്. ഇപ്പൊ ഏകദേശം വർക്ക് നടക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫേസ് 2-ൽ കരുതിയിരുന്ന കുറച്ച് വർക്കുകളുണ്ട്. അതിന്റെ ബാലൻസ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത്. ഏകദേശം ഒരു 3 മാസത്തിനകത്ത് ഫുൾ പ്രോജക്റ്റ് ഫംഗ്ഷൻ ആവും. ഇപ്പോൾ ഒരു ആനയ്ക്കുള്ള എൻക്ലോഷർ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ആനയ്ക്ക് 1 ഏക്കർ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ഇപ്പൊ ഇവിടെ വരുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ചെയിൻ ഫ്രീ ആയിട്ട് വിടുന്നു. അപ്പൊ ആനയ്ക്ക് സ്മൂത്ത് ആയിട്ട് അവരുടെ കാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ചെയ്യാം. അതിനകത്തൊരു പോണ്ട് ഉണ്ടാവും, അതിന് രാവിലെ നാച്ചുറൽ ആയിട്ട് കുളിക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ അതെല്ലാം ഉണ്ട്. പിന്നെ രാവിലെ നമ്മൾ എലഫന്റ് കിച്ചൺ ചെയ്തിട്ടുണ്ട്. അതായത് രാവിലെ 9 to 10, പിന്നെ വൈകുന്നേരം 4 to 5 ആ സമയം നമ്മൾ കാട്ടിൽ നിന്ന് ആന ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് ഒന്നുകിൽ റിസർവോയർ കുളിപ്പിക്കും, അല്ലെങ്കിൽ നമ്മുടെ പോണ്ടിൽ കുളിപ്പിക്കും. എന്നിട്ട് നമ്മൾ കിച്ചണിൽ നിർത്തി അതിന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഫുഡ് കറക്റ്റ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ആ എല്ലാ ആനയും നമ്മുടെ ഇവിടെ കിച്ചണിൽ വരും. ആ സമയത്ത് നമ്മുടെ ടൂറിസ്റ്റിന് വിശാലം ഒരു ഗാലറി ഉണ്ട്. ആ ഗാലറിയിൽ നിന്ന് കാണാം. ഇവിടെ നമ്മുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എലഫന്റ് ബാത്തിങ് ആൻഡ് ഫീഡിങ് ആണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ ആ ആനയെ ഒരുമിച്ച് കാണാനുള്ള ഫെസിലിറ്റിയാണ്. 3 വയസ്സ് മുതൽ 82 വയസ്സ് വരെയുള്ള ആന നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ വിവിധ ഏജിലുള്ള ആനയെ നമുക്കിവിടെ ഒരുമിച്ച് കാണാം. അതാണ് നമ്മുടെ ഇവിടുത്തെ ഹൈലൈറ്റ്. അപ്പൊ കിട്ടുന്ന ആന നമ്മൾ അതിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്ത് അതിനൊരു കേടുപാട് സംഭവിക്കാത്ത വളരെ നല്ല രീതിയിലാണ് ചെയ്തു പോകുന്നത്. അതിന്റെ ഫുഡ് മെനു ഒക്കെ ഡോക്ടറിനെ പ്രിസ്ക്രൈബ് ചെയ്ത് നമുക്ക് പക്കായിട്ട് നമ്മൾ ചെയ്യുന്നത്. വിപുലമായ ഒരു കഫറ്റേരിയ നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്റ്റാഫിന് കുറച്ച് ട്രെയിനിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. മ്യൂസിയം എന്ന് പറയുന്നത് നമ്മളിപ്പോ ബിൽഡിംഗ് കഴിഞ്ഞ് 16,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ്. ഏഷ്യയിലെ തന്നെ നമ്പർ 1 എലഫന്റ് മ്യൂസിയം ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിൽ വരുന്ന മ്യൂസിയത്തിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ലൈവ് ആയിട്ടുള്ള 2 സ്കെൽട്ടൺ, ആനയുടെ സ്കെൽട്ടൺ നമ്മുടെ ഫോറസ്റ്റിൽ തന്നെ ഉള്ള നമ്മളത് പ്രദർശിപ്പിക്കുന്നത്. പിന്നെ വിവിധ തരം ആനകളുടെ സ്കൾപ്ചർ, മോഡൽസ്, അങ്ങനെ ഒരു ആനയെ നമ്മളിപ്പോ മ്യൂസിയത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ആനയെ പക്കായിട്ട് കണ്ട ഒരു ഫീൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ കിട്ടും. അതായത് വെറൈറ്റി, പല വെറൈറ്റി ആനകൾ. അതായത് നമുക്ക് ഇവിടെ തന്നെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഇപ്പൊ ട്രിവാൻഡ്രത്തുള്ള ഒരു ആനയുടെ ലുക്കല്ല കണ്ണൂർ, കാസർഗോഡ്. അതിന്റെ ബോഡി സ്ട്രക്ചർ തന്നെ വ്യത്യാസമുണ്ട്. അങ്ങനെ വിവിധ ആനകളുടെ മോഡൽസ്, സ്കൾപ്ചർ, സ്കെൽട്ടൺ, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് മ്യൂസിയത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 3 മാസം കൊണ്ട് മ്യൂസിയത്തിന്റെ എക്സിബിറ്റ്സിന്റെ വർക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ ആ മ്യൂസിയത്തിൽ തന്നെ കൊച്ചുപിള്ളേർ കളിക്കാൻ വേണ്ടി ആനയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എലഫന്റ് മ്യൂസിയം. നമ്മൾ ആനയ്ക്ക് വേണ്ടി ഒരു ക്രമറ്റോറിയം നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ പുതുതായിട്ട് ചെയ്തതാണ്. അത് കാട്ടിൻ്റെ അകത്താണ്. അതായത് ഇപ്പോൾ നമ്മുടെ ആനയെ കിട്ടിക്കഴിഞ്ഞ് അത് ഡെഡ് ബോഡി ആയിട്ട് കിട്ടിയാൽ നമ്മൾ കാട്ടിൽ തന്നെ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ക്രമറ്റോറിയം എന്ന് പറയുന്ന ബിൽഡിംഗ് കാട്ടിലത് ചെയ്യുന്നുണ്ട്. അവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന്റെ ഫെസിലിറ്റി എല്ലാം ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് നമുക്ക് ആനയെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ദഹിപ്പിക്കാനുള്ള ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പുറത്തുനിന്നുള്ള ആനയെ വന്നാൽ പോലും ഇവിടുത്തെ ഡോക്ടറിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അത് ചെയ്യുന്നുണ്ട്. 2020 ജനുവരി, 2019 ഡിസംബർ ആ റേഞ്ചിലാണ് നമ്മൾ വർക്ക് തുടങ്ങിയത്. 105 കോടിയുടെ വർക്കാണ്. ഇപ്പോൾ ഒരു 84 കോടിയോളം ചിലവായിട്ടുണ്ട്. ഫണ്ടിങ് ആണ്, കിഫ്ബി ഫണ്ടിങ് ആണ്. ഈ കാവടി മൂല മുതൽ നമ്മുടെ ഈ ഇയർസിന്റെ ഫ്രണ്ട് വരെ റോഡ് നമ്മൾ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്. കോൺക്രീറ്റ് റോഡ്, അത് PQC റോഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ IIT പാലക്കാട് ഡിസൈൻ ചെയ്തതാണ്. നമ്മുടെ ഈ ഫുൾ സ്ട്രെച്ചിൽ ഒരു കോൺക്രീറ്റ് റോഡ്, PQC റോഡ് കേരളത്തിൽ എടുത്തുമില്ല. 1.7 കിലോമീറ്റർ PQC റോഡാണ് ചെയ്തിരിക്കുന്നത്. റീഹാബിലിറ്റേഷൻ, എലഫന്റ് റീഹാബിലിറ്റേഷൻ ആണ്. എലഫന്റിന് വേണ്ടി തന്നെയാണ് നമ്മൾ നല്ലൊരു കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആര് കണ്ടാലും ഇപ്പൊ 84 കോടി രൂപയുടെ വർക്ക് ഇവിടെ എന്താണെന്ന് ആർക്ക് മനസ്സിലായത്. കാരണം അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോറസ്റ്റിന്റെ അകത്തുള്ള ഏരിയയിലോട്ട് പോയാലേ പറ്റത്തുള്ളൂ. കാരണം ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഉള്ള സ്ഥലത്ത് ഏകദേശം ഇപ്പൊ നമ്മൾ 40 ആനയ്ക്കുള്ള ഫെസിലിറ്റി നമ്മൾ ചെയ്യുന്നത്. അതായത് 40 ആന എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 50 ഏക്കർ സ്ഥലം നമ്മൾ ഫെൻസ് ചെയ്തിട്ടുണ്ട്. അത് പോയിട്ട് ബൗണ്ടറി ഫെൻസിങ്, നമ്മൾ നല്ല രീതിയിൽ കാട്ടിൽ നിന്ന് ആനയുടെയും കാട്ടുപോത്തിന്റെ അറ്റാക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ പ്രോജക്ട് ഏരിയ ഏകദേശം 4.2 കിലോമീറ്റർ ഉണ്ട്. അത് നമ്മൾ ബൗണ്ടറി ഫെൻസ് ചെയ്തിട്ടുണ്ട്. ആ ബൗണ്ടറി ഫെൻസ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ പ്രോജക്ട് ഏരിയ സേഫ് ആയി. പിന്നെ കാട്ടുപോത്തോ ആനയുടെ ശല്യമോ ഒന്നും വരത്തില്ല. ആനയൊക്കെ ഇപ്പൊ വന്നാലും നമ്മുടെ ബൗണ്ടറി ഫെൻസിന്റെ പുറത്ത് നിന്ന് ജസ്റ്റ് നോക്കിക്കൊണ്ട് നിൽക്കും, പോകും. ഒരു ആനയ്ക്ക് 2 പാപ്പാൻ എന്നുള്ള രീതിയിലാണ്. 34 പാപ്പാന്മാരോളം ഉണ്ട്. സോമൻ, അതെ ഇവിടെ ഉണ്ട് സോമൻ. അത് 84 വയസ്സ്. അതെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വർക്ക് ചെയ്ത് റിട്ടയർമെന്റ് ആയപ്പോഴത്തേക്കും ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ നമ്മൾ നല്ല
ശിക്ഷണം കൊടുത്ത് പോരുന്നുണ്ട്. എല്ലാ വർഷവും മതപ്പാട് കാണിക്കുന്നുണ്ട്. മതപ്പാട് കാണിക്കുന്നു എന്ന് വെച്ചാൽ ആന പെർഫെക്റ്റ് ആണ്, ഹെൽത്തി ആണെന്നാണ് മീൻ. എല്ലാ വർഷവും മതപ്പാട് കാണിക്കുന്നുണ്ട്. ആനയുടെ ഹെൽത്തി മനസ്സിലാക്കുന്ന മതപ്പാടിൽ കൂടിയല്ലേ? അതെ 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 അതെ. എടുത്ത് കണ്ണിന് ചെറിയൊരു പ്രായത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. വേറെ ചോദിച്ചാൽ പക്കയാണ്. കാട്ടിനകത്ത് നമ്മൾ എലിഫന്റ് ക്രോൾ ചെയ്യുന്നുണ്ട്. ക്രോൾ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ രണ്ട് പർപ്പസ് ആണ്. ഒന്നുകിൽ നമുക്കൊരു പുറത്തുനിന്ന് ഒരു ആനയെ കിട്ടി നമ്മൾ മെരിക്കാം. രണ്ട്, മതപ്പാട് സമയത്തിന് മുന്നേ അതിൽ നമ്മൾ ക്രോളിലാക്കൽ. പിന്നെ നമുക്ക് ചങ്ങല വേണ്ട. അതായത് ആന ഇങ്ങനെ ജസ്റ്റ് തട്ടിക്കുക. നമ്മൾ ഈ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, തടിയിൽ കമ്പക വുഡില് 4 സൈഡ് നമ്മൾ കമ്പക വുഡ് കൊടുത്ത് അത് നമുക്ക് ഇങ്ങനെ നീക്കാൻ പറ്റും. അപ്പൊ ആനയെ കയറ്റി വിട്ടിട്ട് ചെയ്യാൻ പറ്റും. ഈ നമുക്ക് അത് ചെയ്തതിനുള്ള മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ മസ്ത് സമയത്ത് ക്ലീനിങ് വളരെ എളുപ്പമായിരിക്കും. കാരണം നമ്മൾ തറയും ഉടൻ ബ്ലാങ്കറ്റ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്ലീനിങ് എളുപ്പമായിരിക്കും. ആനപ്പാപ്പന്മാർക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. വാഷിംഗ് ഒക്കെ എളുപ്പമായിരിക്കും. ഇതിനുള്ള ഡാമേജും കുറവായിരിക്കും. ഈ ക്ലീനിങ് ഇല്ലാത്തപ്പോഴാണ് ഇതിന്റെ കാലിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഈ മസ്ത് സമയത്ത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഡോക്ടർ നമ്മുടെ ഫോറസ്റ്റിന് ഒരു ഡോക്ടർ ഫുൾ ടൈം ഉണ്ട്. ഇപ്പൊ പിന്നെ നമ്മുടെ പ്രോജക്ട് ഫുൾ ഫംഗ്ഷൻ ആകുമ്പോൾ ഒരു ഡോക്ടർ കൂടെ വെക്കുന്നുണ്ട്. പിന്നെ ലാബ് ടെക്നീഷ്യൻ ഉണ്ട്, ഒരു അസിസ്റ്റന്റ് ഡോക്ടർ ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളിവിടെ ഒരു വലിയൊരു ഹോസ്പിറ്റൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഞാൻ ഇവിടുത്തെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ്. ERRC പ്രോജക്റ്റിലെ ഫോറസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. എന്നെ കൂടാതെ വേറൊരാളും കൂടെ ഒരു ഫോറസ്റ്ററായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നേരത്തെ നമ്മുടെ പ്രോജക്ട് എഞ്ചിനീയർ പറഞ്ഞതുപോലെ സഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് വിപുലമായ സെറ്റപ്പാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ടൊക്കെ ഇവിടെ വിശേഷ ദിവസങ്ങളിൽ ആൾക്കാർ വരുമെങ്കിലും ഈ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് പിന്നെ അവർ കൊണ്ടുവരുന്ന വണ്ടി ഇടാനായിട്ട് സ്ഥലമില്ലാതെ പാർക്കിംഗ് ഒരു പ്രശ്നം തന്നെയായിരുന്നു. എന്നാൽ ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിന്റെ ഫ്രണ്ടിലായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഓണാഘോഷ സമയത്ത് ഒരുപാട് സഞ്ചാരികൾ വരുന്നതുകൊണ്ട് ഇവിടെ ഓണാഘോഷം സംഘടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് സ്ഥലമില്ല, അതിനുള്ള സ്ഥല സൗകര്യങ്ങൾ പ്രോപ്പറായിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ നെയ്യാർ റേഞ്ചിൽ അല്ലെങ്കിൽ നെയ്യാർ ഡാമിൽ സംഘടിപ്പിക്കുമ്പോഴുള്ള ഓണാഘോഷം അടുത്ത വർഷവും വളരെ വിപുലമായിട്ട് ERC പ്രോജക്റ്റിന്റെ കണക്കായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഈ പാർക്കിങ്ങിന് വരുന്ന ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ബസ്സുകളോ കാറുകളോ വരുന്ന ഡ്രൈവേഴ്സിനും മറ്റു കൂടെ വരുന്ന ക്ലീനേഴ്സിനൊക്കെ ഇരിക്കാനായിട്ട് ഡ്രൈവേഴ്സ് കമ്മ്യൂണിറ്റി സെന്റർ നമ്മുടെ ഈ ടിക്കറ്റ് കൗണ്ടറിന്റെ വലതു ഭാഗത്തായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ഈ കുഞ്ഞാനകൾ മുതൽ വലിയ എല്ലാ ആനകളും ഉണ്ടെന്ന് എഞ്ചിനീയർ പറഞ്ഞല്ലോ. അതേപോലെ ഈ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞാനകൾക്ക് പാപ്പാന്റെ കൂടെ തന്നെ താമസിക്കാനുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു ഹാൻഡ് റിയറിംഗ് സെന്റർ എന്റെ പുറകുവശത്തായിട്ട് കാണുന്നുണ്ട്. അവിടെ പിന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല തൊട്ടപ്പുറത്ത് ക്വാറന്റൈൻ സെന്റർ ഉണ്ട്. പുതിയ ആനകളെ പുറത്തുനിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആനയ്ക്ക് രോഗം വല്ലതും ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് ഇടപഴകാൻ. അപ്പൊ അതിനുവേണ്ടി തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു എൻക്ലോസർ നമ്പർ 2 എന്ന ERC പ്രോജക്റ്റിന്റെ കണക്കായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഈ പാർക്കിങ്ങിന് വരുന്ന ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ബസ്സുകളോ കാറുകളോ വരുന്ന ഡ്രൈവേഴ്സിനും മറ്റു കൂടെ വരുന്ന ക്ലീനേഴ്സിനൊക്കെ ഇരിക്കാനായിട്ട് ഡ്രൈവേഴ്സ് കമ്മ്യൂണിറ്റി സെന്റർ നമ്മുടെ ഈ ടിക്കറ്റ് കൗണ്ടറിന്റെ വലതു ഭാഗത്തായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. മാത്രവുമല്ല കുഞ്ഞാനകൾ മുതൽ വലിയ എല്ലാ ആനകളും ഉണ്ടെന്ന് എഞ്ചിനീയർ പറഞ്ഞല്ലോ. അതേപോലെ ഈ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞാനകൾക്ക് പാപ്പാന്റെ കൂടെ തന്നെ താമസിക്കാനുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു ഹാൻഡ് റിയറിംഗ് സെന്റർ എന്റെ പുറകുവശത്തായിട്ട് കാണുന്നുണ്ട്, സജ്ജീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല തൊട്ടപ്പുറത്ത് ക്വാറന്റൈൻ സെന്റർ ഉണ്ട്. പുതിയ ആനകളെ പുറത്തുനിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആനയ്ക്ക് രോഗം വല്ലതും ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് ഇടപഴകാൻ. അപ്പൊ അതിനുവേണ്ടി തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു എൻക്ലോസർ നമ്പർ 2 എന്നും പറഞ്ഞൊരു ഹാൻഡ് റിയറിംഗിന്റെ അപ്പുറത്തായിട്ട് ഒരു ക്വാറന്റൈൻ സെന്റർ ഉണ്ട്. വലിയ രീതിയിലുള്ള മോഡേണൈസ് ചെയ്തിട്ടുള്ള അതായത് വേൾഡ് വൈഡിലുള്ള കൺസെപ്റ്റുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഈ ERRC പ്രോജക്റ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. താമസിയാതെ തന്നെ ഒരു 3-4 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഫുള്ളായിട്ട് എല്ലാം തുറന്ന് പ്രവർത്തിക്കുന്ന ഫ്ലറിഷ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ പ്രോജക്റ്റ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യയിലെ തന്നെ നമ്പർ 1 ആദ്യത്തേതായിട്ടുള്ള ഒരു എലിഫന്റ് മ്യൂസിയം പണിപ്പുരയിലാണ്. അപ്പോൾ കോട്ടൂർ ആനകേന്ദ്രത്തിലെ കാഴ്ചകളൊക്കെ നിങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ടു നേരുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടൂർ ആനകേന്ദ്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആനയുടെ അടുത്താണ്. സോമൻ 84 വയസ്സുണ്ട്. അപ്പോൾ ആനകൾക്ക് ഒരുപാട് പ്രായം കൂടുന്നതോറും അവരുടെ ആ ഒരു ശാരീരിക വ്യത്യാസങ്ങളൊക്കെ വരും. പക്ഷെ സോമന് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല ആരോഗ്യമുള്ള ആനയാണ്. ഇവിടുത്തെ പരിപാലനത്തിന്റെയാണ് അപ്പോൾ കോട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആന സോമന്റെ കാഴ്ചകളോടുകൂടി നമ്മൾ ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ഇന്നത്തെ ആനക്കാഴ്ചകൾ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വാച്ച് ഇറ്റ് ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ.